നിങ്ങൾ ഈ പാസുകളൊന്നും നഷ്ടപ്പെടുത്തരുത്, സൂക്ഷിച്ചു വെക്കണം. എന്തുകൊണ്ടെന്നാൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സിനിമയുടെ വിജയാഘോഷം ഇതിലും ഗംഭീരമായി നടക്കും. അന്ന് ഇതേ പാസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാം. കങ്കുവ ഓഡിയോ ലോഞ്ചിന് നിർമ്മാതാവ് ജ്ഞാനവേൽ ആരാധകരോട് പറഞ്ഞ വാക്കുകളാണിത്. ഇത്രയും കോൺഫിഡൻസോടെ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്ത വേറൊരു നിർമ്മാതാവിനെയും അടുത്ത കാലത്തെങ്ങും തെന്നിന്ത്യയിൽ കണ്ടിട്ടില്ല. രജനിയും കമലും വിജയും ലക്ഷ്യം വെച്ചിട്ട് നടക്കാതെ പോയ തമിഴിലെ ആദ്യ 1000 കോടി ക്ലബ്ബ് ചിത്രം എന്ന റെക്കോർഡ് നേടാൻ പോകുന്ന സിനിമയിലെ ഹീറോ, നടിപ്പിൻ നായകനെന്ന് തമിഴ് തിരയുലകം വാഴ്ത്തിയ സൂര്യ ശിവകുമാർ ആയിരിക്കുമെന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നു. ക്യാരക്ടർ റോളുകൾ കൈകാര്യം ചെയ്യുന്നതിൽ സൂര്യയ്ക്കുള്ള മികവ് ഇതിനോടകം പലകുറി പ്രേക്ഷകർ കണ്ടുകഴിഞ്ഞു. സൂര്യരൈപ്പൊട്ടിലെ നെടുമാറൻ രാജാംഗത്തിലൂടെ ദേശീയ ശ്രദ്ധയിലേക്ക് ശരവണൻ ശിവകുമാർ എന്ന സൂര്യ ഉയർന്നു. OTT റിലീസ് ആയിരുന്നിട്ട് കൂടിയും ഭാഷാഭേദമില്ലാതെ സൂര്യരൈപ്പൊട്ട് ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോഴും ഒരു കൊമേഴ്ഷ്യൽ ഹീറോ എന്ന നിലയിലേക്കുള്ള പാൻ ഇന്ത്യൻ റീച്ച് സൂര്യയ്ക്ക് ലഭിച്ചിരുന്നില്ല. അതിനുള്ള അവസരമാണ് കങ്കുവ. സ്വാഭാവിക തമിഴ് സിനിമാ പ്രേക്ഷകർക്കിടയിൽ, പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനിടയിൽ വലിയ സ്വീകാര്യത ഉള്ളത് കൊണ്ട് തന്നെ വയലൻ്റായ കഥാപാത്രങ്ങളോട് സൂര്യ ഒരു അകലം പാലിച്ചിരുന്നു. എന്നാൽ 2022 കമൽഹാസന്റെ വിക്രമനിൽ അവസാന നിമിഷം സ്ക്രീനിൽ റോളക്സായി കട്ട വില്ലനിസം കാഴ്ചവെച്ച സൂര്യ അന്നോളമുള്ള തൻ്റെ കെട്ടുപാടുകളെല്ലാം അക്ഷരാർത്ഥത്തിൽ പൊട്ടിച്ചെറിഞ്ഞു. സോഫ്റ്റ് ലവബിൾ മാൻ എന്നതിനപ്പുറം ഒരു ഹൈ പവർ ആൻറ്റി ഹീറോ ഷെയ്ഡിലും താൻ ഒരു പെർഫെക്റ്റ് ചോയ്സ് ആണെന്ന് സിനിമാ ലോകത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയായിരുന്നു സൂര്യ റോളക്സിലൂടെ. അത് ചെന്ന് നിന്നതാകട്ടെ സംവിധായകൻ ശിവയൊരുക്കുന്ന കങ്കുവയിലും. വൈക്കിങ്സിലെ കഥാപാത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഗെറ്റപ്പ്, കണ്ണിൽ തീക്ഷ്ണതയും മുഖത്ത് ക്രൗര്യവും നിറയുന്ന രൂപം, ഇന്നോളം കണ്ടിട്ടില്ലാത്ത ട്രാൻസ്ഫോർമേഷനാണ് കങ്കുവയ്ക്കായി സൂര്യ നടത്തിയിരിക്കുന്നത്. 2022 റിലീസായ എതിർക്കും തുനിന്തവിന് ശേഷം സൂര്യ ലീഡ് റോളിലെത്തുന്ന വേറൊരു സിനിമയും ഇക്കാലയളവിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയില്ല. സഹതാരങ്ങളായ വിജയും ധനുഷും ശിവകാർത്തികേയനുമൊക്കെ അവരുടെ തുടർ സിനിമകളുമായി ബോക്സ് ഓഫീസിൽ സജീവമായപ്പോൾ കരിയറിലെ ഏറ്റവും വലിയ സിനിമയുടെ ഒരുക്കത്തിലായിരുന്നു സൂര്യ. 2 കാലഘട്ടങ്ങളിലൂടെ കഥ പറയുന്ന സിനിമയിൽ കങ്കുവ എന്ന പിരീഡ് കാലത്തെ യോദ്ധാവായും ഇന്നത്തെ കാലത്തെ ഒരു ഷാഡോ കോപ്പായ ഫ്രാൻസിസ് ആയുമാണ് സൂര്യ സിനിമയിലെത്തുന്നത്. ഇതുവരെ പുറത്തു വന്ന ട്രെയിലറും ടീസറും എല്ലാം പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതുമാണ്. ഇരട്ട വേഷത്തിൽ സൂര്യ എത്തുമ്പോൾ വിക്രമിൽ കാമിയോ റോളിലെത്തി റോളക്സ് ഞെട്ടിച്ചതുപോലെ ഒരു സർപ്രൈസ് എൻട്രിയുമായി അനുജൻ കാർത്തിക് കൂടി വന്നാൽ തിയേറ്ററിൽ നിന്ന് കത്തുമെന്നുറപ്പ്. കൂടാതെ ബോബി ഡിയോളിന്റെയും ദിശ പട്ടാനിയുടെയും സാന്നിധ്യം കങ്കുവയുടെ പാൻ ഇന്ത്യൻ റീച്ചിന് ഗുണകരമാകും. അണ്ണാത്തയുടെ പരാജയത്തിന് ശേഷം തിരിച്ചുവരവിന് തയ്യാറെടുക്കുന്ന സംവിധായകൻ ശിവയ്ക്കും കങ്കുവയുടെ വിജയം അനിവാര്യമാണ്. 350 കോടി എന്ന വമ്പൻ ബജറ്റിൽ ഒരുക്കിയ സിനിമ 10ഓളം ഭാഷകളിലായി ഏകദേശം 1000ഓളം സ്ക്രീനുകളിലാണ് പ്രദർശനത്തിലെത്തുന്നത്. ഓപ്പണിംഗ് ഡേയിൽ തന്നെ ഞെട്ടിക്കുന്ന കളക്ഷനുമായി കങ്കുവ റെക്കോർഡ് ഇടുമെന്നാണ് അണിയറ പ്രവർത്തകരുടെയും ആരാധകരുടെയും പ്രതീക്ഷ. അച്ഛൻ സിനിമാ നടനായതുകൊണ്ട് മാത്രം സിനിമയിൽ അവസരം ലഭിച്ചവൻ, നായികമാർക്കൊപ്പം പൊക്കമില്ലാത്തവൻ, നൃത്തം ചെയ്യാൻ അറിയാത്തവൻ എന്നിങ്ങനെ കരിയറിലുടനീളം വിമർശിച്ച ഹേറ്റേഴ്സിന് എല്ലാ കാലത്തും തന്റെ പെർഫോമൻസ് കൊണ്ടാണ് സൂര്യയിലെ നടൻ മറുപടി നൽകിയിട്ടുള്ളത്. അതൊരിക്കൽ കൂടി ആവർത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് സൂര്യയും ആരാധകരും.